ഹലോ ഗായ്സ്, നമ്മളിന്ന് നൊബേൽ പുരസ്കാരങ്ങൾ 2022 നൊബേൽ പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 21 നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ സബ്ജക്ട്സ് പഠിക്കുകയുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ വൈദ്യശാസ്ത്രം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അത് കഴിഞ്ഞാൽ പിന്നെ എക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രം. അത് കഴിഞ്ഞാൽ ലിറ്ററേച്ചർ, പിന്നെയാണ് സമാധാനം. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നൊബേൽ പുരസ്കാരം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തേത് ഭൗതികശാസ്ത്രം, ഫിസിക്സാണ്. അപ്പോൾ ഇതിൽ ഞാൻ പഠിക്കുന്നത് ഫിസിക്സായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. പക്ഷെ ഞാൻ ഓർത്തിരിക്കുന്നത് എൻ്റെ ഫാമിലിയിലുള്ള ഒന്ന് അലൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിനാണ്. പിന്നെ ജോൺ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ ഇൻ ലോ ആണ്, അമ്മായിയപ്പനാണ്. ആൻ്റണി എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്. അപ്പോൾ അലനും ജോണും ആൻ്റണിയും ഇവരാണ്. അല്ലാണ്ട് ഫിസിക്സുമായിട്ട് ബന്ധമില്ല. ഞാൻ ഓർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവരെന്താ സംഭവം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ക്വാണ്ടം സാങ്കേതിക വിദ്യയുടെ പുതുയുഗത്തിന് അടിത്തറ പാകിയ പരീക്ഷണ സംവിധാനങ്ങൾ വികസിപ്പിച്ചു. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ, ക്വാണ്ടം നെറ്റ്വർക്ക്, ക്വാണ്ടം എൻക്രിപ്റ്റഡ് ആയ ആശയവിനിമയങ്ങൾ എന്നിവയിൽ ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്നാണ് നിരീക്ഷണം. അപ്പോൾ ക്വാണ്ടം സാങ്കേതിക വിദ്യ അത്രയും ഓർത്തിരുന്നാൽ മതി നമ്മളിതിൽ. അതാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ഫിസിക്സിൽ ആരൊക്കെയായിരുന്നു? അലൻ, ജോൺ, ആൻ്റണി. ആൻ്റണി അല്ല, ആൻ്റൺ എന്നാണ് പേര്. അടുത്തത് നമ്മൾ പഠിക്കാൻ വന്നത് ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയിൽ ആരാ കിട്ടിയേക്കണതെന്ന് വെച്ചാൽ കെമിസ്ട്രിയും ഞാനിവിടെ ഓർത്തിരിക്കുന്നത് കെമിസ്ട്രി എന്നല്ലേ. നമ്മൾ 21 പഠിച്ചപ്പോൾ ഫിസിക്സ് ആരായിരുന്നു? നമ്മൾ പറഞ്ഞു എന്തെന്നാണ് സർക്യൂട്ടും ഒരു ജിയോയും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓർത്തിരുന്നത്. അതെ, ഇനി ഇതിപ്പം നമ്മൾ കെമിസ്ട്രിയിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു? ലിസ്റ്റ് മില്യൺ, അത് തന്നെ മില്യൺസ് ഓഫ് എലമെൻസിൻ്റെ ലിസ്റ്റ് എന്നുള്ള എന്തൊരു കോഡിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ 22 അങ്ങനെ രസതന്ത്രമായിട്ട് ബന്ധമില്ല. പക്ഷേ രസതന്ത്രം കെമിസ്ട്രിയിൽ ഉണ്ട്, കെമിസ്ട്രി ക. അപ്പോൾ കരോളിന് എന്തിൻ്റെ മെഡൽ കിട്ടി? ബേരിയത്തിൻ്റെ മെഡൽ കിട്ടി. അതാണ് മെൽഡലിനുണ്ട്, ബാരിയുണ്ട്. അപ്പോൾ ബാരിയിൽ നിന്ന് ബേരിയത്തിൻ്റെ മെഡൽ കെമിസ്ട്രിയിലെ എടുത്തിട്ട് കാരോളിന് മെഡൽ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ഇനി അപ്പോൾ അടുത്ത എന്താണ്? മരുന്ന് നിർമ്മാണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന തന്മാത്രകളുടെ സംയുക്ത വിഘടനം. അപ്പോൾ എന്താണ് വികസിപ്പിച്ചു? ഇവരുടെ ഗവേഷണം അർബുദ മരുന്ന് നിർമ്മാണത്തിനും DNA വിശകലനം ചെയ്ത് പ്രത്യേക കാര്യങ്ങൾക്കായുള്ള ആസുവസ്തുക്കൾക്ക് നിർമ്മിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതാണ് നിരീക്ഷണം. അപ്പോൾ എന്താണ് തന്മാത്രകളുടെ സംയുക്ത വിഘടനം എന്ന് ഓർത്തിരുന്നാൽ മതി. തന്മാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം അറിയാം. ഇതൊന്നും നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻസിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം കുറേ ഇതൊന്നും നമ്മൾക്ക് പഠിക്കാനില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താ നമ്മൾ പഠിച്ചത്? 21 കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കാറ്റലിസ്റ്റിൻ്റെ കാര്യമാണ്. കൂടി വന്നാൽ നമുക്കൊരു 3 കെമിസ്ട്രിയുടെ 3 ടോപ്പിക്സ് പഠിക്കണം. 21 പഠിക്കണം, 22 പഠിക്കണം, 23 പഠിക്കണം. അപ്പം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കരുത് ഒരിക്കലും. ഇന്നൊരു ദിവസം പഠിച്ചത്. അപ്പം നമുക്കിങ്ങനെ ഓർത്തിരിക്കണം, ഞാൻ ആദ്യം പഠിച്ച ടോപ്പിക്ക് ഈ ഒരു സബ്ജക്റ്റാണ് ആദ്യം പഠിച്ചത്. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുള്ളൂ. എല്ലാം കൂടി ഇന്ന് തന്നെ ഞാൻ നൊബേൽ പ്രൈസ് പഠിക്കാമെന്ന് കരുതി ചിലപ്പോൾ നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരാളെ പറ്റിയായിരിക്കും ഓർക്കുന്നുണ്ടാവും. ഞാൻ ഇയാളെ കൂടി ഇരുന്നപ്പോഴാണ് ഈ കാര്യം പഠിച്ചത് എന്നുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർത്തിരിക്കുക. അപ്പോൾ അത്രയാണ് രസതന്ത്രം. കെമിസ്ട്രിയിൽ ആരൊക്കെയായിരുന്നു? കെമിസ്ട്രിയിൽ കരോളിന് എന്ത് കിട്ടി? ബേരിയത്തിൻ്റെ മെഡൽ കിട്ടി. ഇനി വൈദ്യശാസ്ത്രം, മെഡിസിൻ്റെ ഇതെന്താണ്? ഒരാളേ ഉള്ളൂ, സ്വാൻഡെ പാബോ. സ്വാ എന്ന് ഓർത്താൽ മതി. സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. കണ്ടുപിടുത്തം മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള നിർണായക ഗവേഷണം കണ്ടുപിടിച്ചു. ആധുനിക മനുഷ്യൻ്റെയും ആദിമ മനുഷ്യൻ്റെയും ജനിതക ഘടന സംബന്ധിച്ച കണ്ടെത്തലുകൾ. അപ്പോൾ ഇവിടെ ആരാണ്? സ്വാൻഡെ പാബോ ആണ് എന്ത്? വൈദ്യശാസ്ത്രം. കഴിഞ്ഞ പ്രാവശ്യം 21 വൈദ്യശാസ്ത്രം നമ്മൾ എന്താ പഠിച്ചത്? ജൂലി പാറ്റേനെ ഇത് ചെയ്തു എന്നല്ലേ, എന്താണ് ഓപ്പറേഷൻ ചെയ്തു എന്നുള്ളതാണ് പഠിച്ചത്. അവിടുത്തെ കണ്ടെത്തൽ മറ്റേത് നമ്മുടെ സ്പർശനശേഷി, ചൂടും ഇതൊക്കെ നമുക്ക് സ്കിൻ എങ്ങനെയാണ് അതിൻ്റെ റിസപ്റ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇവരുടെ കണ്ടുപിടുത്തം എന്താണ്? പരിണാമമാണ്. രണ്ടാമത് പഠിക്കുന്നത് നമ്മൾ പരിണാമത്തിനെ പറ്റിയാണോ. ആദ്യം നമ്മൾ സ്കിൻ റിസപ്റ്റേഴ്സിനെ പറ്റി പഠിച്ചു. 22 മനുഷ്യ പരിണാമത്തെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വാൻഡെ പാബോ. ഇതും നമ്മളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. വൈദ്യശാസ്ത്രം പെബോ ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. സാമ്പത്തികം അടുത്തത് എളുപ്പമാണ്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ബെന്ന് ഡയമണ്ട് തലയിൽ, ഡയമണ്ടിൻ്റെ കിരീടം അല്ല വെച്ചത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കിരീടം വേണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? നല്ലൊരു വിഗ് എടുത്ത് വെച്ചു. കിരീടമൊക്കെ ആയിട്ട് ഇപ്പോൾ നാട്ടിലിറങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ലൊരു വിഗ്, ഡയമണ്ടിൻ്റെ ഒരു വിഗ് ആരെടുത്ത് വെച്ച്? ബെന്ന് എടുത്തു വെച്ചതാണ്. സാമ്പത്തികമുള്ളവർക്കല്ലേ ഡയമണ്ടിൻ്റെ കിരീടമൊക്കെ പറ്റും. ഇതെന്താ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ സമ്പദ്ഘടനയിൽ ബാങ്ക് തകർച്ച ഒഴിവാക്കിയതിൻ്റെ പ്രധാനം വെളിപ്പെടുത്തിയ ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്തത്?
പുള്ളിക്കാരനല്ല, ഈ 3 പേരെന്താ ചെയ്തത്, ഈ ബാങ്ക് തകർച്ചേനെ പറ്റി പഠിച്ചതിനാണ്, സമ്പദ്ഘടനയിൽ ബാങ്ക് തകർച്ചേൻ്റെ പ്രാധാന്യമാണ് പഠിച്ചത്. കഴിഞ്ഞ 21 എന്തായിരുന്നു, ഒരു കാർഡിൻ്റെ ഒരാളുണ്ടായിരുന്നു, പിന്നെ മറ്റേ കാർഡ്, പിന്നെ ഇമ്പൻസും ഉണ്ടായിരുന്നു, ആംഗ്രി. ഈ കാർഡ് തൊഴിലിൻ്റെ എന്തോ കാര്യത്തെപ്പറ്റിയും ഇമ്പൻസും ആംഗ്രിയും റിലേഷൻഷിപ്പിൻ്റെ എന്തോ കാര്യമാണ് അവർ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഇവിടെ ആരാണ്, ബെന്ന് ഡയമണ്ടിൻ്റെ വിഗ് വെച്ചു. എന്താണ്, എപ്പോഴാണ് അതൊക്കെ വെക്കാൻ പറ്റിയത്, ബാങ്ക് തകർന്നപ്പോഴാണ് ഡയമണ്ടിൻ്റെ വിഗും വെച്ചുകൊണ്ട് പോണത്. ഇനി അടുത്തത് ലാസ്റ്റ് അല്ലേ, സാഹിത്യം അല്ല, ഒരെണ്ണം കൂടിയുണ്ട്, സമാധാനം. സാഹിത്യം എന്താണ്, സാഹിത്യം ഇവിടെ ഒരാളേ ഉള്ളൂ, ആനി എർണോക്കാണ്. അതൊരു ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആനി എർണോക്ക്. 20ലേറെ പുസ്തകങ്ങൾ രചിച്ചു. എഴുത്ത് വഴിയിൽ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭ. എ മാൻസ് പ്ലേസ്, രണ്ടാം ലോകയുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള ഫ്രഞ്ച് സമൂഹത്തെയും തന്നെയും വിവരിക്കുന്ന ഇയേഴ്സ് തുടങ്ങിയവയാണ് പ്രശസ്ത കൃതികൾ. അപ്പോൾ എന്താണ്, ആനി എർണോക്കാണ് സാഹിത്യം. ആനിയാണ്, ആനീസ് കിച്ചണില്ലേ, പുള്ളിക്കാരത്തിയാണെന്നെങ്കിലും എന്തെങ്കിലും ഓർത്തിരിക്കുക. ആനീസ് കിച്ചണിലെ ആനിയാണ്. ഫ്രഞ്ച് എഴുത്തുകാരിക്കാണ് സാഹിത്യം. 2022 കിട്ടിയത്. 21 ആർക്കായിരുന്നു സാഹിത്യം, ആരായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഒരു മുറട്ടോവ് ഉണ്ട്, അതാണോ, റസ, അത് സമാധാനമാണെന്ന് തോന്നുന്നു അല്ലേ. എഴുത്തുകാരി ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. 20ലേറെ പുസ്തകങ്ങൾ രചിച്ചു. അപ്പോൾ എന്താണ്, എ മാൻസ് പ്ലേസും ഇയേഴ്സ് എന്ന് പറയുന്നതും ആനി എർണോക്കിൻ്റെ പുസ്തകമാണ്. ഇനി സമാധാനം കിട്ടിയിരിക്കുന്നത്, അതും നമുക്ക് എളുപ്പമാണ്. സമാധാനം കിട്ടിയിരിക്കുന്നത് ഒരു എലിക്കാണ്. എന്തിനാണ്, എലിയുടെ ലിബറേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ, എലിയുടെ ലിബറേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ ഉണ്ടാക്കിയതിനാണ് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ആരൊക്കെയാണ്, എലിസ് ബ്യാൽസ്കി, റഷ്യൻ ഗ്രൂപ്പ് മെമ്മോറിയൽ, യുക്രൈൻ സംഘടനയായ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിന് വേണ്ടിയിട്ട്. ഇവർക്ക് 3 പേർക്കാണ് സമാധാനത്തിൻ്റെ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ എന്താ സംഭവം, ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി നിലകൊണ്ട ബെലറൂസ് ആക്ടിവിസ്റ്റാണ് എലിസ് ബ്യാൽയാറ്റ്സ്കി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ അറസ്റ്റിലായതിന് പിന്നാലെ ഇപ്പോഴും തടവിൽ കഴിയുകയാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൻ്റെ കാലത്ത് വേട്ടയാടപ്പെട്ടവർ സ്മരിക്കപ്പെടണമെന്ന ആവശ്യമുയർത്തി 1987 സോവിയറ്റ് യൂണിയനിൽ സ്ഥാപിതമായ സംഘടനയാണ് മെമ്മോറിയൽ. സോവിയറ്റ് യൂണിയനു ശേഷം റഷ്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇവർ രേഖപ്പെടുത്തി. ദ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ് 2007 സ്ഥാപിതമായത്. അപ്പോൾ ഈ 3 പേർക്കാണ് എന്ത് കിട്ടിയത്, സമാധാനത്തിൻ്റെ കിട്ടിയത്. എലിസ് ബ്യാൽസ്യാറ്റ്സ്കി, എലിക്ക് എന്ത്, ലിബറേഷൻ്റെ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കി, അത്രയും ഓർത്തിരിക്കുക നിങ്ങൾ. മെയിൻ മനുഷ്യാവകാശമാണ് ഇവരുടെ എല്ലാവരുടെയും തീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി പഠിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്, നമ്മുടെ ലിറ്ററേച്ചർ, സമാധാനം. അപ്പോൾ ഫിസിക്സിൽ ആരായിരുന്നു, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞു, അലൻ ജോൺ ആൻ്റണി. ഇവരെന്താണ്, ക്വാണ്ടം സാങ്കേതികവിദ്യ. രസതന്ത്രം മീൻസ് കെമിസ്ട്രി, കാരോളിന് ബേരിയത്തിൻ്റെ എന്തുണ്ടാക്കി, മെഡൽ കിട്ടി. എന്താണ് ഇവരുടെ പരിപാടി, എന്തായിരുന്നു, തന്മാത്രകളുടെ സംയുക്ത വിഘടനമാണത്. പിന്നെ വൈദ്യശാസ്ത്രത്തിൽ ആരാണ്, ഒരാളേ ഉള്ളൂ, സാൻഡേ പെബോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 3 പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ല 2 പേര്, ജൂലി പാറ്റേനെ ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരാളേ ഉള്ളൂ, സാൻഡേ പെബോ സ്വീഡിഷാണ്. പരിണാമമാണ് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബെന്നിന് ഡയമണ്ടിൻ്റെ വിഗ് വെച്ചു, ബാങ്കിൻ്റെ തകർച്ച ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. സാഹിത്യത്തിൽ ആനി എർണോക്കനാണ് കിട്ടിയത്. എ മാൻസ് പ്ലേസും ഇയേഴ്സ് എന്നുള്ളതും ഒരു ഫ്രഞ്ചുകാരുടെ കാര്യം പറയുന്നതാണ് കേട്ടോ. പിന്നെ സമാധാനം കിട്ടിയിരിക്കുന്നത് 3 പേർക്കാണ്, എലിക്കും, എലിയുടെ ലിബറേഷൻ മെമ്മോറിയൽ ആക്കി, മനുഷ്യാവകാശം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.